ഹലോ നമസ്കാരം, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ട്രാവൽ വ്ലോഗ് ആണ്. ഇന്നത്തെ യാത്ര കന്യാകുമാരിയിലേക്കാണ്. കന്യാകുമാരിയിലെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണണം എന്നുള്ളൊരു കൂടെ കൂടിക്കോ. കുടുംബസമേതമുള്ള ഒരു യാത്രയാണ്. 2 കാറിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് തിരുവനന്തപുരത്തു നിന്നാണ്. തിരുവനന്തപുരം കരിക്കകം ദേവീക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കന്യാകുമാരിയിലേക്ക് പോകുന്നത്. കരിക്കകം ദേവി ക്ഷേത്രത്തിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണേ. തമിഴ്നാട്ടിലെ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മള് കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ ഒരു എൻട്രി ഫീ ഉണ്ട്. 50 രൂപയാണ് ഒരു വാഹനത്തിന്റെ എൻട്രി ഫീ. നമ്മളിപ്പോ നമ്മുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. 3 ഓഷ്യൻ റിസോർട്ട്സ് എന്ന് പറയുന്ന ഒരു 4 സ്റ്റാർ ഹോട്ടലാണിത്. കന്യാകുമാരി ബീച്ചിൽ നിന്നും 15 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ റിസോർട്ടിലേക്ക്. അപ്പോൾ ഇത് ഞങ്ങൾ booking.com വഴി ബുക്ക് ചെയ്ത ഹോട്ടലാണ്. നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ട് തന്നെ ബുക്ക് ചെയ്തതാണ്. ഇപ്പൊ ഞങ്ങള് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുവാണ്. നല്ല വെയിലും ചൂടും ആയതുകൊണ്ട് യാത്രയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ടയേർഡായിട്ട് തന്നെ ഇരിക്കുവാണ്. വഴിയിൽ നിന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചായിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോ ഹോട്ടലിൽ എത്തിയപ്പം ഒരു 2:30 മണിയോടടുത്തു. അപ്പോൾ വഴിയിൽ നിന്നാണ് ഞങ്ങൾ ലഞ്ച് കഴിച്ചത്. ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ 4 റൂംസ് എടുത്തിട്ടുണ്ട്. പല റൂംസിന്റെയും ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ളതാണ്. ഇത് അമ്മയുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. താഴേക്കുള്ള വ്യൂ നല്ല രസമല്ലേ കാണാൻ. സ്വിമ്മിംഗ് പൂള്, പിന്നെ അവിടുത്തെ കന്യാകുമാരിയിലെ ലൈറ്റ് ഹൗസ് ഒക്കെയാണ്. ഇവിടെ നിന്നാല് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാമെന്നാണ് അവർ പറഞ്ഞത് ഈ ബാൽക്കണിയില്. അപ്പോ ഇതാണ് അച്ഛന്മാരുടെ റൂം. ഓരോ സിംഗിൾ ബെഡ് ആണ് ഇവിടെ. ഇതും നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് കേട്ടോ. ഡബിൾ ബെഡ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അവർ ചെയ്തു തരും. കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വിവേകാനന്ദ പാറ കാണാനായിട്ട് പോവാണ്. അപ്പൊ ബോട്ടില് ഒരാൾക്ക് 100 രൂപയാണ് എൻട്രി ഫീ. അപ്പോൾ അവിടെ ഫീ ഒക്കെ പേ ചെയ്ത് ഞങ്ങൾ ബോട്ടിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുവാണ് ഇവിടെ. നമ്മളിപ്പോ ബോട്ടിൽ കയറി. ഇത് ബോട്ടിൽ നിന്നുള്ള വ്യൂ ആണ്. വിവേകാനന്ദ മെമ്മോറിയൽ റോക്കാണ് ആ കാണുന്നത്. അതിന് നേരെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടി നമുക്ക് തിരുവള്ളുവർ സ്റ്റാച്യുവിലേക്ക് നടന്നു പോകാൻ പറ്റും. സീയുടെ മുകളിൽ കൂടെ ഉള്ള ഒരു സ്കൈ വാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിനെ. അപ്പൊ ആ കാഴ്ചകളെല്ലാം അപ്പൊ നമുക്ക് മുകളിൽ ചെന്നിട്ട് വിശദമായിട്ട് കാണാം. ഇപ്പൊ നമ്മള് റോക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ റോക്കിൽ നിന്ന് നമ്മള് വിവേകാനന്ദ സ്റ്റാച്യുവിലേക്ക്, മെമ്മോറിയൽ സ്റ്റാച്യുവിലേക്ക് നടന്ന് കയറിക്കൊണ്ടിരിക്കുവാണിപ്പോ. ഇതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. സ്വാമി വിവേകാനന്ദൻ ധ്യാനം നടത്തിയതായി വിശ്വസിക്കുന്ന പാറക്കെട്ടിന്മേൽ നിർമ്മിച്ച സ്മാരകമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ആത്മീയതയും സമുദ്ര സൗന്ദര്യവും ഒരുമിക്കുന്ന ഒരു പ്രശസ്ത കേന്ദ്രമാണിത്. അങ്ങോട്ടേക്കാണ് ഇപ്പോ നമ്മൾ പടിക്കെട്ടുകൾ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പടവുകൾ കയറി നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതിനുള്ളിലാണ് സ്വാമി വിവേകാനന്ദന്റെയും അദ്ദേഹത്തിന്റെ അമ്മയായ ഭുവനേശ്വരി ദേവിയുടെ ഒക്കെ സ്റ്റാച്യു ഉള്ളത്. പക്ഷെ അതിനുള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ അലൗഡ് അല്ല. നമുക്ക് ക്യാമറ അലൗഡ് അല്ല ഉള്ളില്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ക്യാമറ സ്വിച്ച് ഓഫ് ചെയ്യുവാണ്. സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. അതിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. താഴെ ഒരു മെഡിറ്റേഷൻ സെന്റർ ഉണ്ട്. അവിടെ കുറച്ച് സമയം പോയിരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. ഇതാണ് ആ മെഡിറ്റേഷൻ റൂം. അതിനകത്തും ക്യാമറ അലൗഡ് അല്ല. അതിന് പുറത്തും കുറച്ച് പേരിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് തിരുവള്ളുവർ സ്റ്റാച്യു കാണാനായിട്ടാണ്. വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൽ നിന്ന് സ്റ്റാച്യുവിലേക്ക് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. 2024 ഡിസംബറിലാണ് ഈ ബ്രിഡ്ജിന്റെ ഇനാഗുറേഷൻ കഴിഞ്ഞത്.
ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, അതായത് കടലിന് മുകളിൽ കൂടിയുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണിത്. നമ്മള് സ്റ്റാച്യൂയിലേക്ക് പോകുമ്പോൾ അസ്തമയ സൂര്യൻ നമ്മുടെ ക്യാമറയിലേക്ക് സ്ട്രെയിറ്റ് പതിയുന്നത് കൊണ്ടും ഒരു മൂടലുള്ളത് കൊണ്ടും ഗ്ലാസ് ബ്രിഡ്ജിലെ കാഴ്ചകൾ അത്ര ക്ലിയർ അല്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാത്. ഗ്ലാസ്സിൽ കൂടെ തിരമാലകൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് പോയി സ്റ്റാച്യു കണ്ട് സ്റ്റാച്യൂല് അവിടെ കയറി നിന്ന് ത്രിവേണി സംഗമം ഒക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഞാനത് ഒന്നുകൂടി വ്യക്തമായിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിപ്പോൾ സ്റ്റാച്യൂവിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ത്രിവേണി സംഗമം നന്നായിട്ട് കാണാൻ പറ്റും. അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടെ സംഗമിക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം. അതുകൂടാതെ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിന്റെയും വിവേകാനന്ദ റോക്കിന്റെ ഒക്കെ ഒരു പാനോരമിക് വ്യൂ തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണിത്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു തവണ കന്യാകുമാരി വന്നിട്ടേ ഉള്ളൂ. അന്ന് വിവേകാനന്ദ റോക്കിലും കന്യാകുമാരി ദേവിയൊക്കെ കണ്ട ഒരു ചെറിയ ഓർമ്മയെ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, ദേവിയെ കാണണം, ത്രിവേണി സംഗമം കാണണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനുള്ള ആഗ്രഹ സഫലീകരണത്തിനുള്ള ഒരു സമയം കൂടിയായിരുന്നു. അപ്പൊ കുടുംബസമേതം ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ എന്നെ പോലെ തന്നെ ഇത് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പലരും ഇവിടെ വന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാല് കന്യാകുമാരി മുഴുവൻ നമുക്ക് വിശദമായിട്ട് കാണാൻ പറ്റും. എല്ലാം കണ്ടു കഴിഞ്ഞിട്ടേ നമ്മൾ താഴോട്ട് പോകുന്നുള്ളൂ. അപ്പോൾ എല്ലാം കാണാട്ടോ. കുഞ്ഞുനാളിലെ അമ്മുമ്മ പറഞ്ഞു തന്ന ഒരു കഥയാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. കന്യാകുമാരി ദേവിയുടെ മൂക്കുത്തി കട്ടോണ്ട് പോകാൻ ഒരു കള്ളൻ വന്നു എന്നും കള്ളൻ മൂക്കുത്തി കട്ടോണ്ട് കപ്പലിൽ കയറി പോകുമ്പോൾ ദേവി ശപിച്ചിട്ട് ആ കള്ളനെ ഒരു പാറയാക്കി മാറ്റിയെന്നും അതാണ് ഇവിടെ കാണുന്ന വിവേകാനന്ദ പാറയെന്നും ഒക്കെ. ഈ കഥ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. ദേവീക്ഷേത്രമാണ്, കന്യാകുമാരി ദേവീക്ഷേത്രമാണ് നിങ്ങളിപ്പോ ഈ കാണുന്നത്. ഇതാണ് തിരുവള്ളുവരുടെ പ്രതിമ. തമിഴ് സാഹിത്യത്തിലെ ഒരു പ്രശസ്ത കവിയായിരുന്നു തിരുവള്ളുവർ. അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ടാണ് സ്റ്റാച്യു ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. തമിഴ് സാഹിത്യ പാരമ്പര്യത്തിന്റെ അഭിമാന ചിഹ്നമായി ഇത് നിലകൊള്ളുന്നു. 133 അടിയാണ് ഈ പ്രതിമയുടെ പൊക്കം. ത്രിവേണി സംഗമം ഒക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്റ്റാച്യൂയിലൂടെ താഴോട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിനകത്ത് തന്നെ വെളിയിലേക്ക് നോക്കാൻ ഒരു കിളിവാതിലുണ്ട്. ആ കിളിവാതിലിൽ കൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെയും നമുക്ക് ത്രിവേണി സംഗമം കാണാൻ പറ്റും. അതിൽ കൂടെ തുപ്പരുതെന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഗ്ലാസ് ബ്രിഡ്ജിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. അമ്മയ്ക്കൊക്കെ ഇതിന് മുകളിലൂടെ നടക്കാൻ നല്ല പേടിയായിരുന്നു കേട്ടോ. അപ്പൊ അമ്മ കുറച്ച് മാറിയ നടന്നു. അതിന്റെ കണ്ടോ, തിരമാലകൾ അടിയിൽ കാണാൻ പറ്റുന്നില്ലേ? ഒരു സ്കൈ വാക്ക് പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ആകാശത്തിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന പോലെ ഒരു തോന്നലാണ്. നമ്മള് നേരിട്ട് ഗ്ലാസ്സിൽ കൂടെ നോക്കി നടക്കുമ്പോൾ, ഇതിപ്പോ മോളിൽ കൂടെ റിഫ്ലക്ഷൻ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോ ഇന്നത്തെ ഗ്ലാസ് ബ്രിഡ്ജും ത്രിവേണി സംഗമവും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ബാക്കി കന്യാകുമാരിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.